മുണ്ടക്കൈ ടൗൺഷിപ്പ് ഭൂമി ഏറ്റെടുപ്പിലെ നഷ്ടപരിഹാരത്തിൽ എൽസ്റ്റൺ എസ്റ്റേറ്റിന്റെ ഹർജി പരിഗണിക്കാൻ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിസമ്മതിച്ചു. ഡിവിഷൻ ബെഞ്ച് ഇടക്കാല ഉത്തരവിറക്കിയതല്ലേ എന്ന് സിംഗിൾ ബെഞ്ച് ചോദിച്ചു. സമാനമായ ഹർജി ഡിവിഷൻ ബെഞ്ചിൽ ഉണ്ടെന്നും ജസ്റ്റിസ് ടി.ആർ. രവി വ്യക്തമാക്കി. നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുള്ള ഹർജി ഡിവിഷൻ ബെഞ്ചിലേക്ക് വിടാൻ രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകി. അഹമ്മദ് മുസ്തഫ ചേരുന്നു. മുസ്തഫ, എന്തായിരുന്നു സമീപനം കോടതിയുടെ? മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസവുമായി ബന്ധപ്പെട്ട് എൽസ്റ്റൺ എസ്റ്റേറ്റ് ഇന്നലെ ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകിയിരിക്കുന്നു. അതായത് കഴിഞ്ഞ തവണ ഡിവിഷൻ ബെഞ്ച് വിധിച്ച 26 കോടി രൂപയുടെ നഷ്ടപരിഹാരം മതിയായതല്ല. മാത്രമല്ല 549 കോടി രൂപ മതിപ്പ് വിലയാണ് ഈ എസ്റ്റേറ്റിനുള്ളത്. അതുകൊണ്ട് വിപണി വിലയുടെ ഒരു 5% മാത്രം നൽകിയിട്ടുള്ള ഈ ഭൂമി ഏറ്റെടുപ്പ് അത് ശരിയായ നടപടിക്രമങ്ങളല്ല. മാത്രമല്ല നേരത്തെ സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഉൾപ്പെടെ തള്ളി, അതിന് ഉൾപ്പെടെ എൽസ്റ്റൺ എസ്റ്റേറ്റിന് നൽകിയ ഹർജി ഉൾപ്പെടെ സിംഗിൾ ബെഞ്ച് തള്ളി. ഡിവിഷൻ ബെഞ്ചിൽ കേസ് നടന്നിരിക്കുകയാണ്. അത് ഒരു പ്രത്യേക നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രത്യേക ഹർജി നൽകിയത്. ഇന്നിപ്പോൾ സിംഗിൾ ബെഞ്ച് വിധിച്ചത് അല്ലെങ്കിൽ പറഞ്ഞത്, നിരീക്ഷിച്ചത് ഏറ്റവും പ്രധാനമായി നേരത്തെ തന്നെ ഈ കേസ് അന്തിമമായി റിട്ടപ്പിൽ ഡിവിഷൻ ബെഞ്ചിന് മുമ്പിലുണ്ട്. ചീഫ് ജസ്റ്റിസ് ആണ് അത് പരിഗണിക്കുന്നത്. അദ്ദേഹം അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കുന്നുണ്ട്. അവിടെ ഈ ഹർജി നിലനിൽക്കെ എന്തടിസ്ഥാനത്തിലാണ് പ്രത്യേകമായി തന്നെ എൽസ്റ്റൺ എസ്റ്റേറ്റിന്റെ ഈ നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കേണ്ടത് എന്ന് കോടതി ചോദിക്കുന്നുണ്ട്. മാത്രമല്ല ഡിവിഷൻ ബെഞ്ച് വിഷയത്തിൽ ഒരു ഇടക്കാല ഉത്തരവിറക്കുകയും മാത്രമല്ല മറ്റു അന്തിമ തീർപ്പ് കൽപ്പിക്കാനിരിക്കുന്ന അടുത്ത ഈ ഭൂമിയുടെ ഫിസിക്കൽ പൊസഷനുമായി ബന്ധപ്പെട്ട വിഷയം അടുത്ത സിറ്റിംഗിൽ പരിഗണിക്കാമെന്ന് കോടതി പറയുകയും ചെയ്തതാണ്. അത്തരമൊരു സാഹചര്യത്തിൽ എന്തടിസ്ഥാനത്തിലാണ് സിംഗിൾ ബെഞ്ച് അത് പ്രത്യേകമായി പരിഗണിക്കേണ്ടത് എന്ന് ഉൾപ്പെടെ കോടതി ചോദിക്കുന്നുണ്ട്. എന്തായാലും ആ ഹർജി പ്രത്യേകമായി പരിഗണിക്കാൻ സിംഗിൾ ബെഞ്ച് വിസമ്മതിച്ചിരിക്കുന്നു. രജിസ്ട്രിക്ക് കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുന്നു. മറ്റു ഹർജികളുടെ ഒപ്പം തന്നെ ഈ വിഷയം പരിഗണിക്കാൻ ഈ ഹർജി അവിടേക്ക് മാറ്റാനും കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു. ധന്യ. ശരി മുസ്തഫ.